സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ഇടമായ എറണാകുളത്തെ പാണംകുഴി ഇക്കോ ടൂറിസം. കാടും കാടിനോട് ചേർന്നൊഴുകുന്ന പുഴയുമാണ് ഈ സ്ഥലത്തിന്റെ പ്രധാന ആകർഷണം. അവധിക്കാലത്ത് നിരവധി പേരാണ് പാണംകുഴിയിലേക്ക് എത്തുന്നത്. മലയാറ്റൂർ കുന്നിന്റെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ സ്ഥലം അതാണ് മഹാഗണിത്തോട്ടം. എറണാകുളത്ത് നിന്ന് 45 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം. പ്രവേശന കവാടം കഴിഞ്ഞാൽ പിന്നെ കാടാണ്. ചുറ്റിലും നൂറുകണക്കിന് കൂറ്റൻ മഹാഗണി മരങ്ങളും വള്ളിപ്പടർപ്പുകളും. അതും താണ്ടി മുന്നോട്ട് പോയാൽ പെരിയാർ തീരം. കാടിന്റെ നടുവിലൂടെ സഞ്ചരിച്ച് ഏറ്റവും അവസാനം നമ്മൾ എത്തുന്നത് അതിമനോഹരമായ പെരിയാറിന്റെ തീരത്താണ്. ഈ ഏറുമാടത്തിൽ നിന്ന് നോക്കിയാൽ ഏറ്റവും മനോഹരമായ കാഴ്ചയും കാണാം. കാടും കാടിനോട് ചേർന്നൊഴുകുന്ന പുഴയുമെല്ലാം ആസ്വദിക്കാൻ എത്തുന്നത് നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ. നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഈ ചൂടുകാലത്ത് കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാനും ഇപ്പോൾ ഇതുപോലെ തന്നെ ഈ നല്ല പുഴയുടെ നല്ല കാറ്റും തണലും ഇതോടുള്ള യാത്ര തന്നെ നല്ല രസമാണ്. കുഴപ്പമില്ല. നഗരത്തിൽ നിന്നും കുറച്ചും കൂടി ഉള്ളിലേക്ക് മാറിയിട്ടുള്ള ആ ഒരു വ്യൂസാണ് ഇതൊക്കെ. നല്ല രസമാണ്. ഒരു കാലത്ത് മലയാള സിനിമയുടെ സ്ഥിരം ലൊക്കേഷൻ കൂടിയായിരുന്നു പാണംകുഴി. ഈ കോർണാട് നമ്മുടെ അഭയാരണ്യത്തിൻ്റെ കീഴിലാണിത് പ്രവർത്തിക്കുന്നത്. കുളിക്കാൻ ഏറ്റവും സേഫായ ഒരു സ്ഥലം ഇതാണ്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ഒത്തിരി ആളുകൾ ഡെയിലി വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട്. സിനിമ ഷൂട്ടിങ് ഒത്തിരി നടന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച ഒരു ഹിന്ദി സിനിമയുടെ ഷൂട്ടിംഗ് നടന്നു. അതിന് മുമ്പ് നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു പട്ടാളം സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ ഇവിടെയാണ് നടന്നത്. ശനി ഞായർ ദിവസങ്ങളിലും അവധി ദിവസങ്ങളിലും ഒരു 1500-2000 ആളുകളുടെ അടുത്ത് ഇവിടെ ഉണ്ടാവും. പുഴയിൽ നീന്തി കുളിക്കുന്നതിനോടൊപ്പം തുരുത്തിൽ നിന്ന് വെള്ളം കുടിക്കാനെത്തുന്ന ആനക്കൂട്ടങ്ങളെയും പലപ്പോഴും സന്ദർശകർക്ക് കാണാം. നഗരത്തിന്റെ തിരക്കിൽ നിന്ന് മാറി അല്പം സമാധാനവും പ്രകൃതി ഭംഗിയും ഒക്കെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും ഈ സുന്ദര ഭൂമിയിലേക്ക് വരാം. ക്യാമറമാൻ സജി പൂവത്തിങ്കലിനോടൊപ്പം അർച്ചന വിനോദ്, കൈരളി ന്യൂസ്, കൊച്ചി.